മോഹൻ വർഗീസ് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ മോഹൻ വർഗീസ്, നോക്കൂ, തരൂരിനെ സംബന്ധിച്ച് കോൺഗ്രസുമായി തരൂർ ഇടഞ്ഞും ഇണങ്ങിയും കുറേ അധികം നാളായി മുന്നോട്ട് പോവുകയാണ്. മറ്റൊരു ഓപ്ഷൻ തരൂരിന്റെ മുന്നിൽ ഇല്ല എന്നതാണ് അദ്ദേഹത്തിനെ ഒരു തീരുമാനമെടുക്കുന്നതിൽ നിന്ന് വിലക്കിയിരിക്കുന്ന ഘടകം എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിപ്പോൾ ഒരു ബെറ്റർ ഓപ്ഷനായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? എങ്ങനെയെങ്കിലും സഹകരിച്ചു പോകണം എന്ന് തരൂർ കരുതിയ ഇടത്താണ് അദ്ദേഹത്തിന് വലിയ അപമാനം മഹാപഞ്ചായത്ത് വേദിയിൽ നേരിടേണ്ടി വന്നത്. ഇതൊരു ബെറ്റർ ഓപ്ഷനും ബെറ്റർ ടൈമുമാണ് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ശ്രീമതി രേണുക, ബെറ്റർ ഓപ്ഷൻ ആകണമെങ്കിൽ ഒരു ഓപ്ഷൻ ഉണ്ട് എന്ന് വ്യക്തമായ സൂചന ലഭിക്കണം. ഈ ഘട്ടത്തിൽ പോലും തരൂറിന്റെ മുന്നിൽ ഇടതുപക്ഷത്തേക്ക് ഒരു വാതിൽ തുറന്നിടുന്നു എന്നോ, ഇടതുപക്ഷത്തേക്ക് അദ്ദേഹത്തെ ആരെങ്കിലും സ്വാഗതം ചെയ്യുന്നു എന്നോ, അല്ലെങ്കിൽ താൻ ഇടതുപക്ഷത്തേക്ക് പോകാൻ തയ്യാറാകുന്നു എന്നോ ഉള്ള ഒരു പ്രസ്താവനയും സൂചനയും ഒന്നും എത്തുന്നില്ല. ഈ വാർത്തകൾ വന്നതിന് ശേഷമാണ് LDF കൺവീനറോട് പ്രതികരണം തേടിയത്. ഇടത് നയം സ്വീകരിച്ചാൽ അദ്ദേഹവുമായി ചർച്ചയാകാം എന്ന് പറഞ്ഞിരിക്കുകയാണ് TP രാമകൃഷ്ണൻ. ഇതേ വാർത്തകൾ ചൂണ്ടിക്കാണിച്ച് ചോദിക്കുമ്പോഴാണ് എന്നത് ഓർക്കണം. ചർച്ചകളാകാം, ഇടതുപക്ഷത്തിന്റെ തന്നെ നയമാണ് മുന്നണി വിപുലീകരണം എന്നതുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അത് തീർച്ചയായും ഇടതുപക്ഷത്തിന്റെ ഏതെങ്കിലും രീതിയിൽ കേരളത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ, വീണ്ടും തുടർ ഭരണം സാധ്യമാക്കണമെങ്കിൽ ഇടതുപക്ഷത്തെ ഒരു പുനർവിചിന്തനം ആവശ്യമുണ്ട്. തലപ്പൊക്കമുള്ള നേതാക്കളെ, ക്രെഡിബിലിറ്റി ഉള്ള നേതാക്കളെ തങ്ങളുടെ പാളയത്തിൽ എത്തിക്കണം എന്ന് തീർച്ചയായും CPI മാർക്സിസ്റ്റിന്റെ ഇടതുപക്ഷത്തിന്റെ പൊതുവായ ആവശ്യമാണ്. പക്ഷെ സ്വന്തമായ ഒരു മേൽവിലാസം ഉണ്ടാക്കി ഓൾറെഡി സെലിബ്രിറ്റിയായ ശശി തരൂറാണ് കോൺഗ്രസിൽ ചേർന്നത് എന്ന് ഓർക്കണം. സാധാരണ നമ്മുടെ രാഷ്ട്രീയക്കാർ താഴ്ന്ന നിലയിൽ തുടങ്ങി അവർ കഠിനാധ്വാനം ചെയ്ത് പാർട്ടി ലാഡറിലൂടെ ഉയർന്ന് ഒരു സെലിബ്രിറ്റി സ്റ്റേറ്റസ് എത്തി നിൽക്കുകയാണ്. അവിടെ നിന്നുകൊണ്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. തരൂറിന്റെ കേസ് അങ്ങനെയല്ല. അദ്ദേഹം ഓൾറെഡി തന്റെ അധ്വാനം കൊണ്ട് സ്വന്തമായി ഒരു ഇടം ലോക രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ലോക സമൂഹത്തിന്റെ മധ്യേ ഒരിടം, അതുകൊണ്ടാണല്ലോ നമ്മൾ ഗ്ലോബൽ സിറ്റിസൺ, വിശ്വപൗരൻ എന്നൊക്കെ പറയുന്നത്. അതിനുശേഷം രാഷ്ട്രീയത്തിൽ വരുന്നു. അതുകൊണ്ട് ഈ പണ്ടത്തെ ആളുകളൊക്കെ കേരളത്തിൽ പറയും, ഈ കവുങ്ങിനും തെങ്ങിനും ഒരേ തിലായ്പ ഉപയോഗിച്ച് കയറാൻ നോക്കരുത് എന്ന്. അതുകൊണ്ട് സാധാരണ ഒരു രാഷ്ട്രീയക്കാരനെ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ തന്റെ സ്വന്തം കക്ഷിയായ കോൺഗ്രസിനോ അല്ലെങ്കിൽ മറുപക്ഷത്ത് നിൽക്കുന്ന BJPക്കോ CPMനോ തരൂർ എന്ന വ്യക്തിയെ കൈകാര്യം ചെയ്യാൻ ആവില്ല എന്ന് ഏത് മലയാളിക്കും അറിയാം. കാരണം അദ്ദേഹം വ്യത്യസ്തനായ ഒരാളാണ്. അദ്ദേഹത്തെ ഉൾക്കൊള്ളാൻ പാർട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ അതുകൊണ്ട് ഏറെ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. അദ്ദേഹം പറയുന്ന ഓരോ കാര്യവും തലനാരിഴ കീറി പരിശോധിച്ച് അതിൽ നിഗമനങ്ങളിൽ എത്താൻ പാർട്ടികൾ ശ്രമിക്കേണ്ടതില്ല. അത് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. കോൺഗ്രസ് പാർട്ടി ഏതാണ്ട് ഈ അടുത്ത സമയത്ത് ചെയ്യുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തെ അങ്ങ് അവഗണിക്കുക. അദ്ദേഹം പറയുന്ന എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, അത് കോൺഗ്രസിന്റെ നയങ്ങൾക്കെതിരായി തോന്നാമെങ്കിലും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന്, ഗാന്ധി നെഹ്റു കുടുംബത്തിന്റെ അല്ലെങ്കിൽ ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്ന് ഔപചാരികമായ പ്രതികരണങ്ങൾ ഉണ്ടാകാറില്ല. പിന്നെ താഴെത്തട്ടിലുള്ള കോൺഗ്രസ് നേതാക്കൾ, ചില MP മാർ അല്ലെങ്കിൽ താഴെത്തട്ടിലുള്ള KPCCയിലെ അംഗങ്ങൾ, അവരൊക്കെ വിരുദ്ധമായ സ്വരമൊക്കെ ഉയർത്തിയേക്കാം. പക്ഷെ ഇതെല്ലാം തന്റെ ചുറ്റും കറങ്ങുന്ന വിവാദങ്ങൾ ഏറെ ആസ്വദിക്കുന്ന തരൂറിനെയാണ് ഞാൻ സത്യത്തിൽ കണ്ടിട്ടുള്ളത്. പൊതുരംഗത്ത് കണ്ടിട്ടുള്ള തരൂർ അങ്ങനെയാണ്, എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെയാണ്. അതുകൊണ്ട് ഇപ്പോഴും തന്നെ കുറിക്കുന്ന വാർത്തകൾ, അത് പോസിറ്റീവ് ആയിക്കൊള്ളട്ടെ നെഗറ്റീവ് ആയിക്കൊള്ളട്ടെ, താൻ അത് ആവോളം ആസ്വദിക്കും. അതൊന്നും നിഷേധിക്കാനോ സ്ഥിരീകരിക്കാനോ തന്നെ കിട്ടില്ല. ഇതേക്കുറിച്ച് ഇടതുപക്ഷത്തേക്ക് താൻ നീങ്ങുന്നു എന്ന് ഏതോ വ്യവസായി വരുന്നു. ആ വ്യവസായിയുമായി ദുബായിൽ വെച്ച് കൂടിക്കാഴ്ച നടക്കുന്നു. പിണറായി വിജയന്റെ അടുത്ത സുഹൃത്താണ്, CPMന്റെ അടുത്ത ആളാണ് ആ വ്യവസായി. ആ വ്യവസായിയും തരൂറും തമ്മിലുള്ള ധാരണയിൽ ഇതാ തരൂർ CPMലേക്ക് വരുന്നു. ഒരുപക്ഷെ അത് സാധ്യമാവില്ല എങ്കിൽ ഒരു പാർട്ടി ഉണ്ടാക്കി കോൺഗ്രസിന്റെ ഏതാനും നേതാക്കളെയും പ്രവർത്തകരെയും കൊണ്ട് ഇടതുപക്ഷത്തെ സുരക്ഷിതമായ ഒരു സ്ഥാനം, അത്രയുമേ ഉള്ളൂ. എന്റെ ഒരു ചിന്ത ഇതാണ്, അത്രയുമേ ഉള്ളൂ. ശശി തരൂർ എന്ന വിശ്വപൗരന്റെ വലിപ്പം അത്രേ ഉള്ളൂ. ഏതെങ്കിലും ഒരു CPMന്റെ ഏതെങ്കിലും ഒരു ഘടകകക്ഷിയുടെ, ഇടതുമുന്നണിയുടെ ഏതെങ്കിലും ചെറിയ ഘടകകക്ഷിയുടെ നേതാവായി ഇരിക്കാനുള്ള ഏതെങ്കിലും കേരള കോൺഗ്രസ് നേതാവിനെ പോലെ പെരുമാറാനാണോ ഇവിടെ ശ്രീകുമാർ സാർ പറഞ്ഞതുപോലെ കേരള കോൺഗ്രസ് ഇസം തരൂരിനെ ബാധിക്കുമോ? ഇല്ല എന്നാണ് പൊതുവെയുള്ള നിരീക്ഷണം. പക്ഷേ നോക്കൂ, മഹാപഞ്ചായത്തിൽ രാഹുൽ ഗാന്ധി വരുമ്പോൾ പ്രവർത്തക സമിതി അംഗമായ തരൂരിനെ മൈൻഡ് ചെയ്യുന്നില്ല. എല്ലാവർക്കും കൈ കൊടുക്കുന്ന രാഹുൽ തരൂരിനെ അദ്ദേഹം സംസാരിച്ചു തുടങ്ങുമ്പോൾ അഡ്രസ്സ് ചെയ്യാൻ പോലും മറന്നു പോവുകയാണ്.
ആ നിലയിൽ ഇനി കോൺഗ്രസിൽ തുടരണമോ എന്നൊരു ചിന്തയുണ്ടല്ലോ. ആ നിലയിൽ ഇനി എത്ര നാൾ തുടരാൻ പറ്റും എന്ന ഒരു ചോദ്യവും ഉണ്ടല്ലോ. അവിടെ ചില അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാകുമോ, അതിനുള്ള നീക്കങ്ങളാണോ നടക്കുന്നത് എന്നതാണ് നമ്മുടെ ചോദ്യം. ഇനിയും അപമാനം സഹിച്ച് എന്തിന് കോൺഗ്രസിൽ തുടരണം എന്ന് തരൂർ ചിന്തിക്കുന്ന ഒരിടത്താണ് ഇതിനുള്ള സാധ്യത കിടക്കുന്നത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ ജേക്കബ് ജോർജ്, നോക്കൂ, കോൺഗ്രസ് കേരളത്തിൽ ഇപ്പോഴത്തെ സാധ്യത എന്താണ്? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് തിരിച്ചടി നേരിട്ടിട്ടുണ്ട്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മറികടക്കാനാകാത്ത തിരിച്ചടിയായി അതിനെ നമുക്ക് കാണാൻ കഴിയുകയില്ല. NSS ജനറൽ സെക്രട്ടറി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് VD സതീശനെ അഴിച്ചുവിട്ടാൽ കോൺഗ്രസിന് എന്ത് സംഭവിക്കുമെന്നതിൻ്റെ ഒരു മുന്നറിയിപ്പ് കൂടിയാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ നൽകിയത്. എന്താണ് SNDP യോഗം ജനറൽ സെക്രട്ടറി എടുക്കുന്ന നിലപാട് എന്നത് നമ്മൾ കണ്ടതാണ്. പ്രബല സമുദായ നേതാക്കളാണ്. അവിടെ മുന്നണി വിപുലീകരണം എന്നത് UDF ആകട്ടെ LDF ആകട്ടെ വളരെ തന്ത്രപ്രധാനമാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്നത് കാണുന്നതും അതുകൊണ്ടാണ്. ഏതെങ്കിലും തരത്തിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റമുണ്ടായാൽ എല്ലാ സാധ്യതകളെയും തകിടം മറിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടും എന്നതുകൊണ്ടാണ്. തരൂരിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗവുമായി ഇടതുപക്ഷത്തെത്തുകയാണ് എങ്കിൽ കോൺഗ്രസിലെ സ്വീകാര്യരായ തരൂരിനെ സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ള അല്ലെങ്കിൽ തരൂരിനെ ഒപ്പം നിൽക്കുന്ന അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗത്തിന്റെ വോട്ട് തരൂരിന് സമാഹരിക്കാൻ കഴിയുകയാണ് എന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഒരുപക്ഷെ വലിയ അത്ഭുതങ്ങൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ നടന്നുകൂടായികയില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.